സേതുവേട്ടാ, 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 സേതുവേട്ടാ. എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചീത്ത. വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയാസാണെന്നൊക്കെ പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം ചെയ്യൂ. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും വിലങ്ങും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ അവളെന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസിനെ പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്? അല്ലേ അച്ഛാ? അതെ അതെ, എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ? അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിമ്മായി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാരുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കണേ? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അല്ലടി, ഒറ്റ വീക്കെന്നുണ്ടല്ലോ, ഞാൻ കണ്ടല്ല. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ടായിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ? ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യണ്ടേ? അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക? അല്ല, അതെ, അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. ഭക്ഷണോ? അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി. തെമ്മാടി പോയിരുന്ന് പഠിക്കടി. വരുന്നു. നീ കാപ്പി പിടിക്കാൻ വരുന്നുണ്ടോ? അച്ഛനും ഏട്ടനൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാ. ഇത്തിരി വെയിറ്റ് ചെയ്യട്ടെ. അയ്യേ, ഇതെന്താ നിന്റെ മുഖത്ത്? ഇതിന്റെ പേരാണ് മീശ. മേരാ അച്ഛന്റെ മൂത്ത മകനാരാ? എന്താ? അല്ല, ഇവനാണെന്നൊരു സംശയം. ഇങ്ങോട്ട് നോക്കിയാടാ, എന്താ ഈ മുഖത്ത് വരച്ചു വെച്ചിരിക്കുന്നത്? മീശ അല്ലാതെ എന്താ? ഒന്ന് കറുപ്പിച്ചേ ഉള്ളൂ. തുടച്ചില്ലടാ, തുടച്ചളയാൻ. തുടച്ചു കളയടാ. ഒരു മീശ വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഈ വീട്ടിൽ? എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. നീ എന്നെ മേടിക്കും. ഇവൻ മിക്കവാറും മേടിക്കും. എന്റെ അമ്മ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതെന്തോ, ഇത് 2 ഇഡലിയോ? ചുമ്മാ അതല്ല ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നത്. നീ 10-15 തിന്നുന്നല്ലേ? അല്ല, അതാ പറഞ്ഞത്, ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ. അമ്മയ്ക്ക് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്കറിയില്ലേ. ഇവിടെ ചോദിച്ചു നോക്ക്, പറഞ്ഞു തരും. 2 ഇഡലിയൊക്കെ കഴിക്കാല്ലേ അച്ഛാ? രാവിലെ 2 കഴിക്കാം, പിന്നെ ഒരു പഴവും ഉള്ള പാലും ആകാം. 2 മുട്ട, 4 ഏത്തപ്പഴം. ഒന്ന് മിണ്ടാണ്ട് കഴിച്ചിട്ട് ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇല്ല, ഇവൻ മേടിക്കും. കഴിക്കേ. ദേവി, മണി 9:30 കഴിഞ്ഞു. വരണുണ്ടോ നീ? ഇവളുടെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയാൽ സെക്കൻഡ് ബെല്ല് അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല. നീ ഇങ്ങനെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായാലോ എങ്ങനെയാ കൃഷ്ണ? ആ പെണ്ണെന്തെങ്കിലും കഴിക്കട്ടെ. ഓ ഡാ കൃഷ്ണ, ഇങ്ങ് വന്നേ. ഇതാരുടെ പടാ? ഇതൊരു ടോണിക്കിന്റെ പരസ്യ. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണ കയ്യിന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു. ഈ ടോണിക്ക് കുടിച്ച ഇങ്ങനെയാവോടാ? എന്റെ അമ്മയ്ക്ക് രൂപ വേണോ? എനിക്കല്ല, നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. സേതുവേട്ടന്റെ കാര്യം മുത്തശ്ശി പറയുന്നേ? ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞ് അച്ഛമാമ എന്നും മഴക്കാം. അമ്മയ്ക്ക് ഇപ്പൊ സേതുവിനെ ഇതുപോലെ ആക്കണമെന്നാ. എന്തിനാ? ഗുസ്തിക്ക് വിടാനാ? അവൻ ഇൻസ്പെക്ടർ ആവേണ്ടതല്ലടാ.
കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം. മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ നീ? ഈ പടത്തിൽ കാണുന്നത് പോലെ ദേഹം. നിന്റെ അച്ഛനെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ആ രൂപഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് സേതുവിനാ. നീ പോരണ്ടോ അതോ അമ്മയുടെ പഴംപുരാണം കേട്ട് നിൽക്കണോ? മുത്തശ്ശി നേരായി, വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം. പറഞ്ഞ് നാക്കെടുത്തില്ല. നിനക്ക് 100 ആയിസ. സേതുവേട്ടന്റെ ശരീരം നന്നാക്കാൻ ചില പുതിയ പരിപാടികളൊക്കെ ഇട്ടിരിക്കാം മുത്തശ്ശി. അത്ര കളിയാക്കണ്ടടി. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? അങ്ങനെ കളിയാക്കാതെടാ ഞങ്ങളെ. അയ്യോ, ഞാൻ അമ്മാവനല്ലേ പറഞ്ഞത്, ഇവളെ. പിന്നെ പോലീസുകാർക്ക് വലിയ വിവരം. അല്ല, ഇത്തിരി പോലും വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്ക് 20,000 രൂപ കൈക്കൂലി കൊടുത്തില്ലായിരുന്നു കാണായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ് ഗമാണിച്ച് അടക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ അപ്പൊ ഞാൻ TTC പാസ്സായതോ? അയ്യോ, TTC എന്ന് പറയുന്ന IAS അല്ലേ? ബോഡി എവിടുന്നു? കിണറ്റിൽ വെള്ളമില്ലാന്ന് കേട്ടല്ലോ, തീരെ പറ്റിയോ? ബക്കറ്റ് പൊങ്ങില്ല. ഓഹോ, വല്ല കാര്യമുണ്ടോ ഇതിന്റെ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ വാടക വീട്ടിൽ പോയി താമസിക്കാം. നിന്റെ അമ്മയുടെ തറവാടല്ലേ ഇത്? നിന്റെ അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. അച്ഛൻ അഭിമാനിയാ. അഭിമാനമല്ല, ദുരഭിമാനം എന്നാ ഇതിന്റെ പേര്. ബാടി മുത്തശ്ശി, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ പത്രത്തിൽ കണ്ട മാതിരി ഇരിക്കണം നിന്റെ തടിയും മസിലും വണ്ണവും. അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കണ പുട്ടിന് ഒരു പ്രത്യേക രുചിയാ. കുളൂസ് അടിക്കാതെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. രാവിലെ 2 കണ പുട്ടാ നിന്റെ മുത്തച്ഛന്റെ കണക്ക്. പിന്നതേ ഇത്രയും പോന്ന 2 നേന്ത്രപ്പഴം, 1 മുട്ട, 2 നാഴിപ്പാല്. ആണുങ്ങളായ അങ്ങനെ തിന്നും. അയ്യോ, ഇതെങ്ങനെ ദഹിക്കാ? അതാണ് കളരി അഭ്യാസത്തിന്റെ വിശേഷം. കല്ല് വിഴുങ്ങിയാലും വെള്ളം പോലെയാവും. ഒരു 10 ആള് വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അടിക്കാം. ഒരിക്കൽ കാവുചേരി പൂരത്തിനൊരു തല്ലുണ്ടായി. ഒരു 10-30 മാപ്പിളന്മാര്. മുത്തശ്ശന് ഒറ്റയ്ക്ക് ഓരോ അടി അടിച്ചുള്ളോ. വാഴ വെട്ടിയിടുന്ന പോലെയല്ല എല്ലാം വീണത്. ആ മുത്തച്ഛന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നത് നിനക്ക. അത് നീ മറക്കല്ലേ മോനെ. 2-3 ആളൊക്കെ വന്നാൽ അരക്കൈ ഞാനും നോക്കും. അതിനുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്ന് പിടിച്ചു നോക്കിയേ. അയ്യേ, പോരെ 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 പോരെ. കളരി പഠിച്ചേ പറ്റൂ. മുത്തശ്ശി കഴിക്കേ. അയ്യോ, മുത്തശ്ശി കഴിക്കും. മുത്തശ്ശി നീ കഴിക്കടാ. മുത്തശ്ശി കഴിക്കേ. അതിനെന്താ മോൻ കഴിക്കും. അയ്യോ, ഇത് കുറച്ചുകൂടെ എന്തോ നീ ഒഴിക്കട്ടെ. ചെറുക്കൻ കാണിക്കണേ. ദാ. നിനക്കല്ലേ വെച്ചിക്കുന്നു പറഞ്ഞേ. കഴിക്കുന്നീ. എന്താ എന്നെ കണ്ടിട്ടാ നിർത്തിയ? ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എടാ, നീ ചോദിച്ചിട്ടില്ലേ തന്നത്? എന്തൊരു കള്ളനാ നീ. നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. വിശന്നിരുന്ന് ശരീരം ചുരുക്കണ്ട. അച്ഛൻ ക്ഷമിക്കണം, ഞാൻ ശരിക്ക് കൺട്രോൾ ചെയ്തോളാം. ആഹാ, നീ അത് സീരിയസ് ആക്കിയോ? തെമ്മാടി. എടാ, പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും വാക്ക് പറയരുത്. ഇതുപോലെ ചമ്മണ്ടി വരും. ആഹാ, ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വല്ല ആനക്കാര്യമായിരിക്കുന്നു. ഒന്നുമില്ല, പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിഡ്ഢിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ. മൂപ്പരുടെ ഒരു ചിരിയുണ്ട്, അതാ നമ്മളെ തളർത്തി കളയുന്നത്. നീ ഒരു തൊട്ടാവാടിയാ. നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. 2 ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. അതൊക്കെ എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനെ ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്. അവസാനം കേശുവിനെ കെട്ടേണ്ടി വരും. എന്താ, എനിക്ക് പറ്റില്ലേ? ഈ മൂപ്പരെ എനിക്കറിഞ്ഞൂടെ? ഒരിക്കൽ എന്നെ ഒരാള് കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി. ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയൂ. എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ, നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കവും ഒക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. അതിന്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവുന്നില്ല. പറ്റ ടീച്ചറെ, വരട്ടാ. നാളെ കാണാം. വാ, ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ, വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? 3 വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. വന്നേക്കാം. അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ.
ദാ വായനശാല എല്ലാരും കാത്തിരിക്കുക. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ? ആ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടിട്ടോളാം. നാശം, ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷയാത്രയാ. വേഗം ചെല്ല്. പോടാ. സുനേന, രാമ, മാപ്പ് ചോദിക്കേണ്ടത് നീയല്ല, അതെപ്പോഴും വധുവിന്റെ ബന്ധുക്കളുടെ കടമയാണ്. രാമന്റെ കണ്ണുകൾ നിറയുന്നു. എന്തിനാ ഭഗവാന്റെ കണ്ണ് നിറഞ്ഞ്? ഭഗവാന്റെ കണ്ണി പൊടി പോയതുകൊണ്ട്. പോടാ അവിടുന്ന്. എന്റെ അമ്മ, ഞാൻ വായിക്കുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ലേ? ഉണ്ട്. എന്റെ അമ്മേ, രാമൻ ജനകന്റെ വീട്ടിൽ വന്നല്ലോ, മൂപ്പരാകെ ഡെസ്പായിട്ടിരിക്കുകയാണല്ലോ. അതൊക്കെ എനിക്കറിയാം. ജനകരാജാവിന്റെ രാജ്ഞിയെ കണ്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ അമ്മേ, മൂപ്പര് വന്ന് കേറിയപ്പോ അവര് 2 ഡയലോഗ് പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചില്ലേ? മുള്ളു വെച്ചത് ഒരുതരം അമ്മായിയമ്മ കുശുമ്പ് പോലത്തെ. പാവം. പാവം. രാമന്റെ അമ്മ എന്താ മസാജ് നടത്തിയത്? എന്റെ കൈ കഴിക്കണം. ഇങ്ങനെ കാണിച്ച എന്ത് സുഖം കിട്ടുമെന്നാ നീ പറയണേ? അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന അറിയാതെ ഉറക്കം വരും. നല്ല സുഖ. പിന്നെ കഷണ്ടി വരില്ല. ഞാൻ കൃഷ്ണമാവനെ കൂട്ടി ഇങ്ങനെ കഷണ്ടി തലേനായിട്ട് നടന്ന അത് മതിയെങ്കിൽ പിന്നെ വേണ്ട. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വായിക്കും. രാമന്റെ കണ്ണുകൾ നിറയുന്നു. രാമൻ, അമ്മേ, അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരാണ് എന്നെ ആശ്വസിപ്പിക്കാനുള്ളത്? അവിടുത്തെ സ്നേഹം നിറഞ്ഞ മടിയിൽ തല ചായ്ക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവിടുന്ന് സ്നേഹപൂർവം എന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ കയ്പ് വിഷം കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടാവും. ഭഗവാനെ. എന്താ അമ്മേ? അമ്മതേ കരഞ്ഞു. ജനകൻ, സുനേനെ, നിന്റെ ദുഃഖം നീ കാണുന്നു, പക്ഷെ രാമന്റെ ദുഃഖം കാണുന്നില്ല. രാമൻ നിർദോഷിയാണ്. ഇതെന്താ ഇത്, നാടകമോ? രാമായണം തിരക്കഥ. നിനക്ക് വായിച്ചൂടെ? ഇന്ന് രാമനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. സേതു വായിച്ചാ കാണുന്ന പോലെയാ. അച്ഛാ, നമുക്കൊരു ടി വി വാങ്ങണം. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. മോൻ ഉദ്യോഗം കിട്ടുമ്പോ ഒരെണ്ണം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കും. അത് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഒരു ടി വി വാങ്ങി അടുക്കളയെ വെക്കും. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി വെക്കുമ്പോഴും കറിക്ക് അരിയുമ്പോഴും ഒക്കെ കാണാമല്ലോ. പോടാ അവിടുന്ന്. ആരായത്? നമ്മുടെ സാറായി വരേണ്ട ആളാ. അഡ്വാൻസ് ആയിട്ട് ഒരു സല്യൂട്ട് ഇരിക്കണം. കളിയാക്കല്ലേ സാറേ? കളിയാക്കൂ? എന്താടോ, അങ്ങനെ ആവില്ലെന്നാണോ? ഒരു ഇടി ഇടിച്ചു തന്നാലുണ്ടല്ലോ. എന്താ പോന്നത്? അച്ഛനും എസ്ഐയും കൂടെ ഒരു പ്രതിയെ പിടിക്കാൻ പോയിരിക്കുക. വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. എന്താ വരേണ്ടത് നിൽക്കുന്നേ? കണ്ടുപഠിച്ചോ. ചന്തന്ന് 2 കോഴികളെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. പറ്റുകടയിലെ കണക്ക് തീർക്കണം. ഇത് നീ വെച്ചു. വേണ്ടച്ചാ, ഈ മാസം ചെലവ് കൂടുതലല്ലേ, പിള്ളേരുടെ പരീക്ഷ. അതൊന്നും നീ അറിയണ്ട, ഞാനല്ലേ ഗ്രഹനാഥൻ, ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചോ. മറ്റേത് വാങ്ങണ്ടേ? ഏത്? വാങ്ങിച്ചോളാ. പിള്ളേരല്ലേ. വിസ്കി മേടിക്കുന്ന കാര്യാ പറഞ്ഞതേ. ശമ്പളം കിട്ടിയ ആദ്യത്തെ ഞായറാഴ്ച ഒരു കൂടലുണ്ട്. ഏയ്, അവർക്കൊന്നുമല്ല, ഞാനും എന്റെ അളിയനും. പിള്ളേർക്ക് മീനും കോഴിയും കൂട്ടി ഒരു ചാപ്പാട്.